ഏതാ മള്ളി ഏതാ എന്താ സംഭവിച്ചേ? അല്ല സംഭവിച്ചില്ല ഇപ്പൊ നടന്നത്. സത്യം പറയലോ മള്ളി ഇതുപോലൊരു ഹാപ്പി ആയ മൊമെന്റ് ഇതുവരെയും ഈ ഇടയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല. കാരണം മള്ളിയുടെ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ്. മള്ളി പല വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പലതും ചെയ്തു തരാൻ പറ്റിയിട്ടില്ല. പക്ഷെ കുറെ നാൾക്ക് ശേഷമാണ് മള്ളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്ന ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഉള്ളാരും പറയല്ലോ മള്ളി. നമുക്ക് ഇന്നലെ മള്ളിക്ക് ഓർമ്മയില്ല, മള്ളിക്ക് ഓർമ്മയില്ല എന്നതായിരുന്നൊന്നും. എനിക്ക് സന്തോഷമായിട്ട് തോന്നിയില്ല. ഇല്ല എടാ ഇന്നലെ നടന്ന എന്റെ വീഡിയോ ഒന്നിട്ട് കൊടുത്തേ മള്ളിക്കൊന്ന്. മള്ളി എറിഞ്ഞെടുത്തോട്ട് തന്നെ നോക്കോ സ്ക്രീൻ അണ്ണ അവിടെ സ്ക്രീൻ വെള്ളത്തിൽ സ്ക്രീൻ. ഓക്കെ ഹലോ ഹലോ ഓർമ്മയില്ല. അതുമില്ല എന്താ ബാബു ഇത്ര സ്നേഹം? മലയാളി ഈയിടെയായിട്ട് ഭയങ്കര ക്ഷീണിച്ചു മലയാളി. ഇതിനെ കുറിച്ച് നോക്കിയേ, ക്ഷീണവും മാറും, പല ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റും. മയക്കി കിടത്തി ഡോക്ടർ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്റെ മലയാളിയിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. കറക്റ്റാ ചെയ്തേക്കണേ. അത് നമുക്ക് സെറ്റ് ആക്കാന്നേ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിനായിട്ടും കുറച്ചുകൂടി കൂടുതലുണ്ട്. അപ്പൊ ബാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. നമ്മളെ പറ്റി അണ്ണന്റെ അണ്ടി ഓടിയാ ചാവും, ഓടിയ സ്റ്റിച്ച് പൊട്ടിച്ചാവും. ഓടരുതെന്ന് പറഞ്ഞത് ചീഫാണ് മള്ളി. എല്ലാം ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് മള്ളി. മൊത്തം ഉണ്ടായിരുന്ന 2.5 1.5 പോയിട്ടുള്ളൂ. ഒന്നിപ്പോഴും മള്ളിയുടെ കൈ തന്നെ ഉണ്ട്. നടക്കില്ല, അധികം ആടല്ലേ. മീന് കൊച്ചണ്ടിയാണോ? ഇല്ല ചന്ദ്രു, അത് നല്ല ദൂരോട്ടായിരുന്നു. മള്ളി പതുക്കെ ഒന്ന് ഗ്യാങ് ഹൗസിലോട്ട് വരാവോ നടന്ന്? ചന്ദ്രു മള്ളി കുറച്ച് റെസ്റ്റിന് വേണ്ടി ഒന്ന് കിടത്തിയേക്കണം. ഒന്ന് വന്നേ. എടുത്തോ മള്ളി എടുത്തോടാ. അപ്പൊ കൂടെ ഒന്ന് എടുത്തോ. അല്ല ഇനി തട്ടാതെ കൊണ്ടുപോവാ. അതിപ്പോ എന്തേലും പ്രശ്നം ഉണ്ടല്ലേ ഞാൻ എന്റെ സ്ഥാനം വെട്ടി കടലെറിയെന്ന് പറഞ്ഞത്? അല്ല മള്ളി പലതവണ പറഞ്ഞു. മിനിഞ്ഞാന്ന് മള്ളി പറയുന്ന പോലെ ഞാൻ കേട്ടായിരുന്നു ഈ കേസ്. എടാ അത് ഞാൻ അതിലും ഭേദമൊന്നല്ലേ പറയണത്. കഴിഞ്ഞ ദിവസം ചന്ദ്രനെ ആരോ ലീഡർ ആക്കാൻ പറഞ്ഞു. അതിലും ഭേദം സാധനം വെട്ടി കടലിലെറിയുന്നതാണെന്ന് ഞാൻ പറഞ്ഞത്. അല്ല ഞാൻ നോക്കിയപ്പോഴേ മള്ളി എപ്പോഴും ഇത് പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ച മുള്ളിലേക്ക് ഇതൊരു ഭാരമാണെന്നാണോ എനിക്ക് പെട്ടെന്ന് തോന്നി. അങ്ങനെ മുള്ളിലേക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചതാ. പിന്നെ ഞാൻ തുണി നേരെ ഇട്ട് കൊടുത്ത ആരാണെങ്കിലും തുണി കുറച്ച് കീഴിലിറക്കണം. ദൈവങ്ങളുടെ കളികളെ. ഇനിയിപ്പോ എന്റെ ബാബു വാസവണ്ണ ഈ ഒരു അവസ്ഥ ഇനിയിപ്പോ എങ്ങനെടാ? നല്ല വേദന ഉണ്ടടാ. നല്ല ഹൈ ഡോസിൽ ഇതടിച്ചിട്ടുണ്ട് മള്ളി പെയിൻ കില്ലറ്.
അപ്പൊ എന്റെ കല്യാണം നടത്തല്ലേ ബാബു? വാസുണ്ണൻ ഇപ്പൊ എങ്ങനെടാ ഈ ഒരു അവസ്ഥയില്? അണ്ണാ മുള്ളി അല്ല, ഞാൻ ശരിക്കും ചോദിക്കട്ടെ, മുള്ളി ശരിക്കും പറഞ്ഞ ഹാപ്പിയാണോ വിഷമാണോ? ഇത് ഞാൻ വിചാരിച്ചു മുള്ളിയുടെ ഒരു വാക്ക് പാലിക്കുമ്പോ മുള്ളി ഹാപ്പി. ബാബു നീ എന്ത് ദ്രോഹമാണ് എന്നോട് ചെയ്തത്? ഞാൻ കുറച്ചു ദിവസം ലേറ്റ് നൈറ്റ് ഒക്കെ ആക്റ്റീവ് ആയി ഒരു പെണ്ണിനെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള പുറപ്പാടിലല്ലായിരുന്നോ ഞാൻ? അല്ല മുള്ളി, ഞാൻ പറഞ്ഞില്ലേ മൊത്തം 4 2.5 ഡോക്ടർ പറഞ്ഞു. എനിക്ക് എത്രയും കറക്റ്റ് ആണ് ഓർമ്മയില്ല. എന്തായാലും 1 ഇഞ്ച് ഡോക്ടർ എടുത്തിട്ടുള്ളൂ. ബാക്കി മുള്ളിൽ ഉണ്ട് ഇപ്പോഴും. എനിക്ക് തൊട്ട് നോക്കിട്ട് ഒന്നും ഫീൽ പോലും ചെയ്യണില്ല. അപ്പൊ മുള്ളിക്ക് ആ 20 ഗ്രാം മീറ്റ് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായില്ലേ എറിഞ്ഞത്? ഇല്ല 20 ഗ്രാമോ? 20 ഗ്രാം ഇത് അറിയാതാണോ ബാബു ഞാൻ പറഞ്ഞ നേരത്തെ കാറിലിരുന്ന്? എടാ ഇന്നൊരു വാറ വന്നാ ഞാൻ എന്ത് ചെയ്യടാ? അണ്ണ ഒന്നും ചെയ്യണ്ട, നമ്മളില്ലല്ലോ ഇവിടെ. അണ്ണ റെസ്റ്റ് എടുത്തോ? അതെ അപ്പാപ്പൊക്കെ നിക്കല്ലേ? അപ്പാപ്പനൊക്കെ നിക്കാരും മള്ളി എല്ലാവരും. ഹൈഡ്രോജൻ ബലൂണിലെ സാധനം പൊക്കുന്ന അപ്പാപ്പ വരെ ഈ മൊമെന്റിൽ എന്റെ അടുത്ത് ഡയലോഗ് അടിക്കണേ. മള്ളി ഇത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല മള്ളി. നമ്മളിപ്പം മള്ളി ഇത് ആലോചിച്ച് നോക്കിയേ, നമ്മള് പല പരീക്ഷ ഒരു പെൻസിലിട്ട് എഴുതി, അതിന്റെ മൂർച്ച കൂടിയ കുറഞ്ഞു പോയി നമ്മൾ ഉറപ്പായിട്ടും ചെത്തി മൂർച്ച കൂട്ടില്ലേ മള്ളി? അതുപോലെ വിചാരിച്ചാ മതി. കുറെ നാട് ഉപയോഗിക്കാതിരുന്ന് ഇത് നമ്മൾ ഒന്നും കൂടെ മൂർച്ച കൂട്ടി. നിന്റെ മൂർച്ച കൂടി തരത്ത ഞാനാ മൂർച്ച കൂട്ടറാ. ഇത് കിളിച്ചു വരും തോന്നുന്നുണ്ടോ നിനക്കിത്? അതെ എടാ ബാബു, ബർഗർ അണ്ണനെ കാണാൻ വരുന്ന ആൾക്കാർക്ക് ബർഗറും അത് ഞാൻ കാറ്ററിംഗിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓൾറെഡി. തമാശയായിട്ട് എടുക്കണേ. ഇത് നിങ്ങൾ വേറെ റിലീജിയനും ഇതുമായിട്ടൊന്നും മിക്സ് ചെയ്യരുത് കേട്ടാ. സീരിയസ് ആയിട്ട് ഞാൻ പറയുവാണേ. അവനാണെങ്കിൽ ചിലപ്പോ ഊതിത്തരാം. ബാബു കാണാനുള്ളവരോടൊക്കെ കാണാൻ വരാൻ പറ ബാബു. പറഞ്ഞു വേറെ ആരും അറിയണ്ടേ? എലി മാത്രമാണ് എന്റെ അടുത്ത് മെയിൻ ആയിട്ട് വിളിച്ചു എലി വരുന്നുണ്ടോ? ബാബു ഇങ്ങോട്ട് വിളിക്കല്ലേ ബാബു അവളെ. അല്ല അണ്ണ അത് കൊഴപ്പില്ല. ഈ ഒരു അവസ്ഥയിൽ അണ്ണനെ കാണണമെങ്കിൽ അത് ഇനിയിപ്പോ എലിക്ക് ഇനിയിപ്പോ പറ്റത്തുള്ളൂ. നിന്നോട് ഞാനൊരു ഹിന്റ് പറയാൻ പറഞ്ഞപ്പോ അത് സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോഴേ ഞാനിത് മനസ്സിൽ കാണണ്ടായിരുന്നു കേട്ടാ. കാണാൻ വരുന്നോട് എന്ത് പറയും? ഒരു കാര്യം ഓർമ്മയുണ്ടോ? ഡോക്ടറിന് കൊടുക്കാനുള്ള ഒന്നിന്റെ കൂടെ ഇല്ല മുലലിയല്ലേ എനിക്ക് തന്നത്? അതാണല്ലേ നീ പൈസ വേണോന്ന് പറഞ്ഞത്. ഇത് കേൾക്കണം. ഡോക്ടറിന് കൊടുക്കാനുള്ള പൈസ കൊടുത്തത് മുലളി, രാത്രി ആംബുലൻസിൽ കയറി വന്നത് മുലളി ബോധമില്ലാതെ, രാവിലെ വന്നിട്ട് സാമാനം എടുത്ത് കടലിറങ്ങുന്നത് മുലളി. ഇതിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? സത്യം. അപ്പൊ നിങ്ങളും വാസുമോന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, വാസുമോന് ഒന്നും ഓർമ്മയില്ല അപ്പൊ എത്ര വട്ടം ചോദിച്ചേ? ഓർമ്മയില്ലേ വാസുമോന്? മറന്നുപോയോ? രാവിലെ ഉണ്ടായിരുന്നല്ലോ. വിസിറ്റേഴ്സ് ആരെങ്കിലും വരുവാണെങ്കിൽ എനിക്കൊരു സർജറി കഴിഞ്ഞിട്ട് കിടക്കുവാന്ന് പറഞ്ഞാൽ മതി കേട്ടാ. ഓ ഇല്ല ഇത് കാര്യം ഉണ്ടെന്ന് പറയുന്നില്ല. കാര്യം പറയുന്നില്ല എന്തായാലും. അത് നമ്മള് തൊടയിൽ ഉറുമ്പൊടിച്ചെന്ന് വല്ലതും പറയാൻ വേണ്ടി കുറച്ചു നേരം ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ബ്ലീഡിങ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുകളിലേക്ക് പഴയ പോലെ ആക്റ്റീവ് ആവും, കണ്ണടിച്ച് വെടിവെക്കാം. അല്ല അത് മറ്റേ ആക്ടിവിറ്റി അതെ എല്ലാം ചില്ലാവുക നിങ്ങൾ. എന്റെ പൊന്നോ ചില്ലാവുക നിങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കുക കഴിച്ചത്. കാവടി തുള്ളി വന്നതാണ് സ്റ്റോറിയൊക്കെ ഇട്ട്. ഞാൻ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് കഷ്ടപ്പെട്ടു. മുള്ളി ഞാൻ ഒരു കാര്യം പറയട്ടെ, മുള്ളി പറഞ്ഞില്ലേ 2022 പറഞ്ഞത്, അത് ഇതല്ല. ഇത് 2024 എന്നോട് ഞാൻ പറഞ്ഞില്ലേ, അവിടെ വെച്ച് മുള്ളി ഒരിക്കൽ പറഞ്ഞിരുന്നു. ആ സീനിലെ ഡയലോഗ് മുള്ളി നേരത്തെ കേട്ടത് മനസ്സിലായി. മുള്ളിക്ക് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കടാ. ഇത് കിടന്നോണ്ട് എല്ലാരും ഇങ്ങനെ വട്ടത്തിരുന്ന് പറഞ്ഞ മുള്ളിക്ക് അസുഖം മാറുമോ? എന്തായാലും വരേണ്ടത് വന്നു. എന്തോ ജസ്റ്റ് കണ്ണി കൊള്ളാനുള്ളത് പിരികത്ത് കൊണ്ടുപോയി. കൃഷ്ണമണി കണ്ണായിരുന്നല്ലേ? എന്തൊക്കെ കഞ്ഞി എടുക്കട്ടെ?
തന്നെയാണല്ലോ നമ്മളെ എന്ത് ബാബു എന്തൊക്കെ കൊടുത്തു എന്തൊക്കെ കൊടുക്കാണ് ഇതൊക്കെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങള് ഇതിൽ ഫണ്ണായിട്ട് തോന്നുന്നില്ല. ശരി ഇൻഫെക്ഷൻ വേണ്ട ഇനി ബാക്കി എന്റെ മുള്ളി പൊന്നോ, ഒരു കാര്യം പറയട്ടെ, എനിക്കിപ്പോ മനസ്സിലായി. ഇതിനു മുമ്പ് നമ്മൾ ഒരു ദിവസം പറ എണീറ്റോ, ഇത് എന്റെ അപ്പാപ്പന്റെ വക ഒരു പ്രാങ്ക് ആയിരുന്നു. വാസുവിനെ തപ്പി പോയേ